ഹലോ ഗൈസ്, എല്ലാവർക്കും എന്റെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. മഴ തോരും മുൻപേ എന്ന സീരിയൽ ഇപ്പോൾ അതീവ ഹൃദയസ്പർശിയായ മുഹൂർത്തങ്ങളിലൂടെയാണ് മുന്നോട്ടു പോകുന്നത്. പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരുന്ന ആ കോടതി രംഗങ്ങളുടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഇതിലേക്ക് പോകുന്നതിനു മുൻപ് അമ്മ ശരണ്യയെ ആശ്വസിപ്പിക്കുന്നത് വൈകാരികമായ ഒരു കാഴ്ചയായിരുന്നു. മോളോട് തെറ്റ് ചെയ്തവരോട് ഒരിക്കലും ക്ഷമിക്കരുത്. നിന്റെ കൂടെ അച്ഛനും അമ്മയും ഈ നാട് മുഴുവനുമുണ്ട് എന്ന വാക്കുകൾ കേട്ട് ശരണ്യ അമ്മയെ കെട്ടിപ്പിടിച്ചു കരയുകയാണ്. തന്റെ വാക്കിൽ നിന്ന് പിന്നോട്ടു പോകരുതെന്ന് അച്ഛനും അമ്മയും അവളെ ഓർമ്മിപ്പിക്കുന്നു. മറുഭാഗത്ത് ബാലചന്ദ്രനും അലീനയും കോടതിയിലേക്ക് പോകുന്നതാണ് കാണിക്കുന്നത്. തന്റെ മകൻ രോഹിത് വീട്ടിലേക്ക് തിരിച്ചുവരുമോ അതോ വീണ്ടും ജയിലിലേക്ക് പോകുമോ എന്ന ആധിയിലാണ് ബാലചന്ദ്രൻ. നിരപരാധിയായ മകൻ ശിക്ഷിക്കപ്പെട്ടാൽ അതൊരു തീരാദുഃഖമായി മാറുമെന്ന് അദ്ദേഹം അലീനയോട് പങ്കുവയ്ക്കുന്നു. ഇതിനിടയിൽ ഗോവർദ്ധനൻ വിളിക്കുമ്പോൾ വക്കീലിന്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് ബാലൻ മറുപടി. കോടതി വളപ്പിലെ കാഴ്ചകൾ ഭയാനകമായിരുന്നു. പ്രതികളുമായി വന്ന പോലീസ് ജീപ്പ് നാട്ടുകാർ തടയുകയും കൂകി വിളിക്കുകയും ചെയ്യുന്നു. പോലീസ് പ്രൊട്ടക്ഷനിൽ അവിടെയെത്തിയ ശരണ്യ ദൂരെ നിന്ന് തന്നെ മൗനമായി ആശ്വസിപ്പിക്കുന്ന അലീനയെ കാണുന്നു. ഇത് ശരണ്യയ്ക്ക് ഒരു ആശ്വാസമാകുന്നുണ്ടെങ്കിലും പോലീസ് വലയത്തിലായതിനാൽ അവർക്ക് സംസാരിക്കാൻ കഴിയുന്നു. കോടതിയിലെ വാദം കഴിഞ്ഞ് ഇറങ്ങിവന്ന വക്കീൽ നൽകുന്നത് അതീവ സന്തോഷമുള്ള വാർത്തയാണ്. അതിജീവതയായ ശരണ്യ കോടതിയിൽ സത്യം തുറന്നു പറഞ്ഞു. തന്നെ ഉപദ്രവിച്ചവരുടെ കൂട്ടത്തിൽ രോഹിത് ഇല്ലെന്നും രോഹിത്തിനെ തനിക്കറിയാമെന്നും ശരണ്യ ആവർത്തിച്ചു. നേരത്തെ എന്തുകൊണ്ട് ഇത് പറഞ്ഞില്ല എന്ന ചോദ്യത്തിന് പോലീസും ബന്ധുക്കളും രോഹിത്തിനെതിരെ പറയാൻ തന്നെ നിർബന്ധിക്കുകയായിരുന്നു എന്നാണ് ശരണ്യ വെളിപ്പെടുത്തിയത്. ഇതോടെ രോഹിത്തിന് ശിക്ഷയിൽ നിന്ന് ഇളവ് ലഭിച്ചിരിക്കുകയാണ്. രോഹിത് നിരപരാധിയാണെന്ന് തെളിഞ്ഞ ഈ എപ്പിസോഡ് ശരിക്കും ഉദ്യോഗജനകം തന്നെയാണ്. ഇനി വരാനിരിക്കുന്ന കൂടുതൽ വിശേഷങ്ങൾക്കായി നാളെ രാവിലെ 7 മണിക്ക് നമുക്ക് വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.